കാരണം ഓരോ വ്യക്തികളും കലാലയ രാഷ്ട്രീയത്തെ നോക്കിക്കാണുന്നത്. കാരണം ഒരു നിശ്ചയമായ ഡെഫിനിഷനുള്ളിലോ ഒരു ചട്ടക്കൂടിനുള്ളിലോ ഒതുക്കി വെക്കാവുന്ന ഒന്നല്ല. ഓരോരുത്തരും കാണുമ്പോൾ, ഓരോരുത്തരും മനസ്സിലാക്കുമ്പോൾ, ഓരോരുത്തരും എക്സ്പീരിയൻസ് ചെയ്യുമ്പോൾ അത് മറ്റൊന്നായിരിക്കും. അപ്പം രേഷ്മയുടെ ഒരു വിദ്യാർത്ഥി അല്ലെങ്കിൽ സ്റ്റുഡൻറ് എന്നുള്ള നിലയ്ക്ക് രേഷ്മ എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള ഒരു കലാലയ രാഷ്ട്രീയം അല്ലെങ്കിൽ അതിൻ്റെ ഒരു പ്രസക്തി എന്താണ് ഇന്നത്തെ കാലത്ത്? കലാലയ രാഷ്ട്രീയം എല്ലാ കാലത്തും ഒരു പ്രസക്തി വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ്. കാരണം നമുക്കറിയാം എല്ലാ കാലഘട്ടത്തിലും എല്ലാ വ്യവസ്ഥിതിയിലും ഏതെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാകുന്ന സമയത്ത് എപ്പോഴും കലാലയങ്ങളിൽ നിന്നാണ് ഒരു മാറ്റത്തിന്റെ ഒരു ശബ്ദം ഉണ്ടാകുന്നത്. അത് എല്ലാ കാലഘട്ടത്തിലും ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഏകദേശം ഇപ്പോൾ പറഞ്ഞ വിഷയങ്ങളിൽ തന്നെ പലപ്പോഴും എല്ലാ പ്രക്ഷോഭങ്ങളിലും ആദ്യ ശബ്ദം ഉയർന്നത് കലാലയങ്ങളിലെ വിദ്യാർത്ഥികളാണ്. അപ്പോൾ അത്തരത്തിൽ കലാലയങ്ങളിലെ കലാലയ രാഷ്ട്രീയ പ്രവർത്തനം പ്രസക്തി വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. അതോടൊപ്പം വിദ്യാർത്ഥിനികൾ കേവലം ഏതെങ്കിലും ഒരു സ്ഥാനത്ത് ഒതുങ്ങാതെ, ഇപ്പോൾ വൈസ് ചെയർപേഴ്സൺ എന്നുള്ള സ്ഥാനമായിരുന്നു പണ്ട് വിദ്യാർത്ഥിനികൾക്ക് ആ ഒരു സ്ത്രീകൾക്ക് നൽകിയിരുന്നത്. പക്ഷേ ഇന്ന് മാറി ഉന്നതങ്ങളിൽ തന്നെ എത്തുന്നു. അപ്പോൾ അത് കേവലം ഒരു പെൺകുട്ടി എന്നുള്ള കാറ്റഗറിയിൽ നിന്നല്ല വരുന്നത്, മറിച്ച് ജനറൽ കാറ്റഗറിയിലൂടെ വരുന്നു. കാരണം അത്രയ്ക്ക് ഒരു സ്ത്രീക്ക് ആ രീതിയിൽ എത്താൻ സാധിക്കുന്നു. അപ്പോൾ ആ ഒരു മാറ്റം ഇന്ന് എല്ലാ കലാലയങ്ങളിലും എല്ലാ സംഘടനകളിലും ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ആ രീതിയിൽ വളരെ വലിയൊരു മാറ്റം ഇന്നത്തെ കേരളത്തിലെ കലാലയങ്ങളിലും അല്ലെങ്കിൽ ഭാരതത്തിലെമ്പാടുമുള്ള കലാലയങ്ങളിൽ ഉണ്ടായിട്ടുണ്ട്. ശബ്ദം ഇപ്പോഴും ഉയരുന്നുണ്ട്. ഏറ്റവും നല്ല രീതിയിൽ ശബ്ദം ഉയരുക, ആ ശബ്ദത്തിനൊരു പരിഹാരം ഉണ്ടാകുന്നുണ്ട്. കേവലം എവിടുന്നെങ്കിലും എന്തെങ്കിലും ഒരു പരിഹാരമല്ല, ഒരു ശാശ്വത പരിഹാരം കലാലയങ്ങളിലെ വിദ്യാർത്ഥി സംഘടനാ പ്രതിനിധികളിൽ നിന്നുണ്ടാകുന്നുണ്ട്. അത് തീർത്തും ഒരു സന്തോഷകരമായിട്ടുള്ള ഒരു വസ്തുതയാണ്. സുഹേലിലേക്ക് എത്തുമ്പോൾ ഇവരെല്ലാവരും മൂവ് ചെയ്തിട്ടുള്ള ക്യാമ്പസ് എന്ന് പറയുന്നത് പൊളിറ്റിക്കൽ എക്സ്പോഷർ ഉള്ള അത്തരത്തിൽ അല്ലെങ്കിൽ ഒരു ക്യാമ്പസ് പൊളിറ്റിക്സ് കാലാകാലങ്ങളായി നിലനിൽക്കുന്ന ക്യാമ്പസുകളിലൂടെ വന്നിട്ടുള്ള ഒരാളാണ്. കാസർഗോഡ് നിന്ന് ഇപ്പോൾ തിരുവനന്തപുരത്തേക്ക് എത്തി നിൽക്കുമ്പോൾ എങ്ങനെയാണ് ഈ വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലേക്ക് എത്താനിടയായ സാഹചര്യം? അല്ലെങ്കിൽ സുഹേല നോക്കിക്കണ്ടിട്ടുള്ള കലാലയ രാഷ്ട്രീയം എന്താണെന്നുള്ളതും കൂടെ. കാസർഗോഡ് ജില്ലയിലെ കാസർഗോഡ് ഗവൺമെൻറ് കോളേജിൽ നിന്നാണ് രാഷ്ട്രീയത്തിലേക്ക്, സംഘടനാ പ്രവർത്തനത്തിലേക്ക് വരുന്നത്. കാസർഗോഡ് ഗവൺമെൻറ് കോളേജ് എന്ന് പറയുന്നത് എല്ലാവർക്കും അറിയാമായിരിക്കും. ABVP, MSF, KSU ഒക്കെയുള്ള വളരെ തീക്ഷ്ണമായിട്ടുള്ള പ്രത്യയശാസ്ത്ര സംവാദങ്ങൾ നടക്കുന്ന ഇടമാണ്. അങ്ങനെ വളരെ കൃത്യമായി ഓരോ ദിവസവും, ഇന്നും അങ്ങനെ തന്നെയാണ്, ഓരോ ദിവസവും ഓരോ വിഷയത്തെ സംബന്ധിച്ച് കൃത്യമായ സംവാദങ്ങൾ നോട്ടീസ് ബോർഡുകളിലൂടെ അങ്ങനെയൊക്കെ വളരെ കൃത്യമായ സംവാദങ്ങൾ ക്ലാസ് മുറികളിൽ നടക്കുന്നു. നമ്മുടെ വിവിധ രാഷ്ട്രീയ പാർട്ടികൾ, വിവിധ വിദ്യാർത്ഥി രാഷ്ട്രീയ സംഘടനകൾ സജീവമായ ക്യാമ്പസുകളുടെ പ്രത്യേകത അതാണ്. കൃത്യമായി പൊളിറ്റിക്കൽ സംവാദങ്ങൾ നടക്കും എന്നുള്ളത് കൊണ്ട് നമ്മൾ നിരന്തരമായി നവീകരിക്കപ്പെടുകയാണ്. അങ്ങനെ ഒരു ക്യാമ്പസിൽ നിന്നാണ് വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തനത്തിലേക്ക് വരുന്നത്. ഡിഗ്രി കാലഘട്ടം മുതലാണ് വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തനം തുടങ്ങുന്നത്. ഇപ്പം മറ്റുള്ളവരൊക്കെ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ ക്ലാസ് മുറികളിൽ ഇരുന്ന് കേവലമായി പഠിച്ചു പോവുക എന്നതിനപ്പുറത്തേക്ക് ഇപ്പം ഒരു സോ കോൾഡ് ബോധം വിദ്യാർത്ഥി എന്നതിനെ സംബന്ധിച്ച് അതാണല്ലോ. ഇന്നും വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തനത്തിന്റെ ആവശ്യകതയെക്കുറിച്ചൊക്കെ സമൂഹത്തിന് നല്ല ബോധ്യം ഇരിക്കെ തന്നെ പെൺകുട്ടികൾ രാഷ്ട്രീയത്തിൽ വരുന്നതിനെ സംബന്ധിച്ചൊരു മുഖ്യധാര സമൂഹത്തിന്റെ മൂല്യബോധത്തിൽ വലിയ മാറ്റമൊന്നും സംഭവിച്ചിട്ടില്ല എന്നുള്ളതാണ്. അവൾ പെൺകുട്ടി എന്നാൽ പതുക്കെ ചിരിക്കുന്ന, പതുക്കെ നടക്കുന്ന, പതുക്കെ വർത്തമാനം പറയുന്ന, അവർ വരക്കുന്ന വരക്കപ്പുറത്തേക്ക് ചിന്തിക്കാൻ വേണ്ടി പാടില്ലാത്ത, അങ്ങനെ ഉത്തരങ്ങൾ മാത്രമുള്ള ചോദ്യങ്ങൾ ചോദിക്കാൻ പാടില്ലാത്ത ഒരു നല്ല പെൺകുട്ടി എന്നതിന് ഇൻവേർട്ടഡ് കോമയിലിട്ട് അവർ കൽപ്പിക്കുന്ന, ഇവിടെയുള്ള മുഖ്യധാര മൂല്യബോധം കൽപ്പിക്കുന്ന പെൺകുട്ടി അങ്ങനെ ആവണം എന്നുള്ളതാണ്. അതിന് പുറത്തേക്ക് സഞ്ചരിക്കുകയാണ് നമ്മൾ ക്യാമ്പസുകൾക്കകത്ത്. പെൺകുട്ടികൾ ഭൂരിഭാഗം ഏത് രാഷ്ട്രീയ പാർട്ടി, ഏത് വിദ്യാർത്ഥി സംഘടന ആയിക്കോട്ടെ, ഭൂരിഭാഗവും പെൺകുട്ടികൾ നമ്മുടെ വിദ്യാർത്ഥി സംഘടന കീഴിൽ അണിനിരക്കുന്നു എന്ന് പറയുന്നത് വളരെ പ്രതീക്ഷാനിർഭരമാണ്. കാലം ഇങ്ങനെ എല്ലാ തരത്തിലുള്ള വിശാലതയും ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് നടക്കുന്നതിന്റെ ഭാഗമായി വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തനം ക്യാമ്പസുകൾ സജീവമാകുന്നതിന്റെ ഭാഗമായിട്ട് തന്നെ പെൺകുട്ടികൾ കൂടുതൽ വരുന്നു എന്നുള്ളത് ആശാവഹമാണ്. അതുപോലെ തന്നെ ഒരു പ്രതിപക്ഷമായിട്ട്, രാജ്യത്തിന്റെ പ്രതിപക്ഷമായിട്ട് വിദ്യാർത്ഥി സംഘടന നിലനിൽക്കുന്നുണ്ട്. ഞാൻ 50കളിലും 60കളിലും ഒക്കെ കോളേജിൽ പഠിച്ച ആളാണ്. പിന്നെ ഞാൻ കുറച്ച് ലേറ്റായിട്ട് 70കളിലും കൂടെ പഠിച്ചു. അന്നത്തെ രാഷ്ട്രീയം എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നത് ഒരു പക്ഷേ സമൂഹത്തിൽ ഒരു നല്ല കൂട്ടായ്മ ഉണ്ടാകണം എന്നുള്ള വിചാരത്തോടു കൂടിയായിരുന്നു. പ്രത്യേകിച്ച് വിമൻസ് കോളേജിലൊക്കെ രാഷ്ട്രീയം ഉണ്ടായിരുന്നു. എന്നുവെച്ചാൽ നല്ല
രസകരമായ രാഷ്ട്രീയമായിരുന്നു. ഞങ്ങൾ അവിടുത്തെ പെൺകുട്ടികൾ മാത്രമുള്ള സമയമൊക്കെ ആയിരുന്നു. അപ്പോൾ അവിടെ ഇലക്ഷൻ എന്നൊക്കെ പറയുകയാണെങ്കിൽ ഒരു ആ സ്പിരിറ്റ് ഓഫ് ഇലക്ഷൻ എന്ന് പറയുന്നത് കൊണ്ടുവരാൻ വേണ്ടി മാത്രം ധാരാളമായിട്ട് ബഹളം ഉണ്ടാക്കുകയും കാൻഡിഡേറ്റിനെ പൊക്കിക്കൊണ്ടു നടക്കുകയും അങ്ങനെയൊക്കെ ചെയ്യും. പിന്നെ ജനറൽ ഒരു ആംബിയൻസ് എന്ന് പറയുന്നത് വിമൻസ് കോളേജിൽ എനിക്ക് പരിചയമുള്ളിടത്തുള്ളത് ഒരുതരം ശത്രുതാ മനോഭാവത്തോടെ അല്ല ഒരുത്തരും. അതിനകത്ത് ഇപ്പം നന്നായിട്ട് ഉദാഹരണത്തിന് അന്നത്തെ ഒരു കാൻഡിഡേറ്റ് ഇംഗ്ലീഷ് നന്നായിട്ട് പറയുമെങ്കിൽ, മലയാളം നന്നായിട്ട് പറയുമെങ്കിൽ, നന്നായിട്ട് പാട്ട് പാടുമെങ്കിൽ, എനിക്ക് ഓർമ്മയുണ്ട് ഈ ബാലചന്ദ്രമേനോൻ എന്ന് പറഞ്ഞ അദ്ദേഹത്തിൻ്റെ ഇലക്ഷൻ സമയത്ത് ഞങ്ങളുടെ ക്ലാസ്സിൽ വന്ന് ക്ലാസ് നിർത്തിയിട്ട് ഒരൊറ്റ പാട്ട്, അങ്ങനെയൊക്കെയാണ്. അപ്പോൾ വളരെ ഹാംഫുൾ ആയിട്ടുള്ള എക്സ്പീരിയൻസ് ഒന്നും അന്ന് ഞങ്ങൾക്കില്ലായിരുന്നു. എന്ന് മാത്രമല്ല ചില കുട്ടികൾ, ഒരു 70% കുട്ടികളും രാഷ്ട്രീയാവബോധം ഒളിച്ചു വെച്ചവരായിരുന്നു. അറിയാം, വായിക്കുകയൊക്കെ ചെയ്യും, പക്ഷേ പുറത്തോട്ട് വരാമോ, പെൺകുട്ടികൾക്ക് ഇതിൽ പങ്കെടുക്കാമോ. അപ്പോൾ എല്ലാവർക്കും ഒരു സ്വാതന്ത്ര്യമുള്ള ക്യാമ്പസ് ആണെങ്കിൽ അതിന് അനുകൂലമായിട്ടുള്ള ഒരു അനുഭവമായിരുന്നു എനിക്കുണ്ടായിരുന്നത്. പിന്നെ യൂണിവേഴ്സിറ്റി കോളേജിൽ ഞാൻ പോയപ്പോഴാണ്, MAക്കൊക്കെ പഠിക്കാൻ പോയപ്പോഴാണ് അവിടെയും ഇന്ന് കാണുന്ന പോലത്തെ അക്രമം ഇല്ലായിരുന്നു.